അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ പുറത്ത്. 4 പേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകളുണ്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. മരണത്തിന് മുൻപ് 4 പേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിരുന്നു. AC-യിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അങ്കമാലി അങ്ങാടിക്കടവ് പറക്കുളം റോഡിലെ വീട്ടിലാണ് ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, മക്കളായ ജൊവാന, ജസ്വിൻ എന്നിവർ തീപിടുത്തത്തിൽ മരിച്ചത്. അങ്കമാലി അങ്ങാടിക്കടവ് പറക്കുളം റോഡിലെ വീട്ടിൽ ഗൃഹനാഥനും ഭാര്യയും 2 കുട്ടികളും തീപിടുത്തത്തിൽ മരിച്ച വീട്ടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഇവരുടെ മരണം നാടിന് കണ്ണീരായി മാറുകയായിരുന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തേക്കെടുത്തതും കൂട്ടനിലവിളി ഉയർന്നു. 2 നില വീട്ടിലെ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കൂട്ട ആത്മഹത്യയോ അപകട മരണമോ എന്നറിയണമെങ്കിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. ബിനീഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അധികം നാട്ടുകാർക്ക് അറിവില്ല. മദ്യപാനമില്ലാത്തയാളാണ്. ഭാര്യയുടെ വീട്ടുകാരും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലാണ്. അതുകൊണ്ടുതന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യും എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഒരു വിധത്തിലുള്ള മോശം കാര്യവും പറയാനില്ലാത്ത ആളായിരുന്നു ബിനീഷ് എന്ന് നാട്ടുകാർ പറഞ്ഞു. എല്ലാവരോടും നന്നായി ഇടപെടുന്ന സൗമ്യനായ ചെറുപ്പക്കാരൻ. പിതാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ജാതിക്ക അടക്കമുള്ള മലഞ്ചരക്ക് വ്യാപാരമാണ് ബിനീഷും ചേട്ടൻ ബിനോയിയും നടത്തുന്നത്. അങ്കമാലി ടൗണിൽ ഇതിനായി ഒരു കടയും ഇവർക്കുണ്ട്. പിതാവ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ചേട്ടൻ ബിനോയി അടുത്താണ് താമസിക്കുന്നത്. ഒരു സഹോദരിയാണ് ഇവർക്കുള്ളത്. വീട്ടിലാണ് ബിനീഷ് ജാതിക്ക ശേഖരിച്ചിരുന്നതും അത് ഉണക്കിയിരുന്നതും. ഇവിടുത്തെ ജോലിക്കാരായ സ്ത്രീകൾക്ക് ബിനീഷിൻ്റെ അമ്മയെക്കുറിച്ചും ഭാര്യ അനുവിനെക്കുറിച്ചും നല്ലതേ പറയാനുള്ളൂ. ആ അമ്മയും കൊച്ചുമോനും അനുവുമൊക്കെ നല്ല പോലെ പെരുമാറുന്നവരാണ്. പൈസയ്ക്ക് പ്രശ്നമുള്ളതായി തോന്നിയിരുന്നില്ല. നല്ല സ്നേഹമായിരുന്നു പണിക്ക് വരുന്നവരോടുമെന്നും വീട്ടിലെ സ്ത്രീകൾ പറയുന്നു. ഇന്നലെ പുലർച്ചെയാണ് വീട്ടിൽ തീപിടുത്തം ഉണ്ടായത്. രാവിലെ പത്രമെടുക്കാനായി പോയ ഏജന്റും CPM-ന്റെ അങ്ങാടിക്കടവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഏലിയാസാണ് തീ ഉയരുന്നത് ആദ്യമായി കാണുന്നത്. എനിക്ക് പത്രം ഏജൻസിയുണ്ട്. 5:10-നാണ് എന്നും പോകുന്നത്. ഇവരുടെ വീടിൻ്റെ അടുക്കലെത്തിയപ്പോഴാണ് ജാതിമരങ്ങൾക്കിടയിലൂടെ വലിയ വെളിച്ചം വരുന്നത് അറിയുന്നത്. അപ്പോൾ തീ കത്തുന്നത് കണ്ടു. വീടിൻ്റെ താഴെ നിന്ന് ബിനീഷിൻ്റെ അമ്മയുടെ നിലവിളി കേട്ടു. ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തു താമസിക്കുന്ന പൗലോസിനെ കൂടി വിളിച്ചു. പൗലോസിനോട് കയറി നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്നു. പൗലോസ് കയറി നോക്കിയെങ്കിലും വാതിൽ തുറക്കാൻ പറ്റിയില്ല. 5:30-ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അവരാണ് വാതിൽ തുറന്നത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു, ഏലിയാസ് പറഞ്ഞു. മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ആത്മഹത്യയാണോ അപകടമുണ്ടായി തീ പടർന്നതാണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്ന് പോലീസ് പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് സാധ്യത കുറവാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബിനീഷ് നേരിട്ടിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. ജാതിക്ക വാങ്ങിയിരുന്നവർക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു. വീടിനോട് ചേർന്നുള്ള ജാതിക്ക ഉണക്കുന്ന ഗോഡൌൺ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കത്തിപ്പോയി. ഇതിന്റെ നഷ്ടപരിഹാരം കിട്ടിയെങ്കിലും ഇതുമൂലം ചില ബാധ്യതകൾ നേരിട്ടിരുന്നതായും സൂചനയുണ്ട്. ബിനീഷ് ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.